നബിത്തങ്ങളെ നാടുകടത്താൻ ശ്രമിച്ച മക്കക്കാരെ മുട്ടുകുത്തിക്കാൻ ലഭിച്ച വലിയൊരവസരമായിരുന്നു ഇത്. സുമാമ റളിയല്ലാഹു അൻഹു യമാമയുടെ ഭരണാധികാരിയാണ്. തിരുനബിയുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് മദീനയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചിരുന്നു അവർ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബിയോട് അനുവാദം ചോദിച്ചിട്ട് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി എത്തി. സുമാമ വലിയ ശബ്ദത്തിൽ തൽബിയത്ത് മന്ത്രം ചൊല്ലിയിട്ട് മക്കയിൽ പ്രവേശിക്കുകയാണ്. ഏകദൈവ വിശ്വാസം വിളംബരം ചെയ്യുന്ന ആ മന്ത്രധ്വനി കേട്ടിട്ട് മക്കക്കാർക്ക് ഹാലിളകാൻ തുടങ്ങി. വടിയും കുന്തവുമായിട്ട് ഒരാക്രമിക്കാൻ ഓടിയെത്തി. നോക്കുമ്പോൾ യമാമയുടെ ഭരണാധികാരിയായ സുമാമയാണ്. സുമാമ മുസ്ലിം ആയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ യമാമയുടെ ഭരണാധികാരിയെ ഒന്ന് തൊടാൻ പോലുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്നാണ് മക്കയിലേക്ക് ആവശ്യമായ ധാന്യങ്ങളും പച്ചക്കറികളെല്ലാം വരുന്നത്. അവിടുത്തെ ഭരണാധികാരിയെ ആക്രമിച്ചാൽ ആ അന്നം മുടങ്ങും. പക്ഷെ സുമാമ അടങ്ങി നിന്നില്ല. മുസ്ലിങ്ങളോട് കടുത്ത ശത്രുതയുള്ള മക്കക്കാരെ പാഠം പഠിപ്പിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ഇനി മുതൽ മുഹമ്മദ് നബിയുടെ അനുമതിയില്ലാതെ മക്കക്കാർക്കൊരു ഗോതമ്പ് മണി പോലും യമാമയിൽ നിന്ന് തരൂല. കഅബാലയത്തിന്റെ അടുത്ത് നിന്നിട്ട് അവർ പ്രഖ്യാപിച്ചു. അതോടെ മക്കക്കാരെ കുടുങ്ങി. ഭക്ഷ്യവസ്തുക്കളുടെ വരവ് നിലച്ചു. അത് കാരണം പട്ടിണി പരക്കാനും തുടങ്ങി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിഞ്ഞത്. തന്നെ കൊലപ്പെടുത്താനും നാടുകടത്താനും ശ്രമിച്ച മക്കക്കാരെ മുട്ടുകുത്തിക്കാൻ ലഭിച്ച വലിയൊരു അവസരം തന്നെ ആയിരുന്നു ഇത്. പക്ഷേ നബി ആ അവസരം മുതലെടുത്തുകാണ്ട് അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ല. ശത്രുതയേക്കാൾ വലുതാണ് വിശപ്പ് എന്ന മാനുഷിക പരിഗണനയാണ് നബിത്തങ്ങൾ നൽകിയത്. അങ്ങനെ നബിത്തങ്ങൾ വേഗം സുമാമയെ വിളിപ്പിച്ചുകൊണ്ട് ശത്രുക്കളാണെങ്കിലും ഭക്ഷ്യ ഉപരോധം പാടില്ലെന്ന് പറഞ്ഞു. അത് പിൻവലിക്കാനും ആവശ്യപ്പെട്ടു.